Hey all, Assalamualaikum once again. Here, hope you are doing great. Welcome back to my YouTube channel. സോ 2Kൻ്റെ ഹാപ്പിനെസ് ഒക്കെ ആയിട്ടാണ് ഇപ്പം നമ്മളുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗാണ്. എൻ്റെ രണ്ട് ഫാമിലീസിലും ഞാനിത് ട്രൈ ഔട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്, ഈസി റെസിപ്പിയുമാണ്. സോ ദ റെസിപ്പി ഈസ് ഹെർബ് റൈസ് ആൻഡ് ഈസി ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഫസ്റ്റ്ലി ഹെർബ് റൈസിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചോപ്ഡ് ഗാർലിക്, ബട്ടർ, ചോപ്ഡ് അനിയൻ, പിന്നെ സ്റ്റീംഡ് റൈസാണ്. ഇത് വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള റൈസാണ്. പിന്നെ കൊറിയാൻഡർ ലീവ്സ് ആൻഡ് ദെൻ പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ്. ഇതിൻ്റെ ഒപ്പം ഒറിഗാനോ കൂടെ ഉണ്ട്, ഞാനിവിടെ എടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഒറിഗാനോ ഇത്രയാണ് നമുക്ക് ഹെർബ് റൈസിന് വേണ്ടത്. ഈ ഒരു ഹെർബ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗാർലിക്കും അനിയനും കൊറിയാൻഡർ ലീവ്സും ഒക്കെ ഫൈൻലി ചോപ്ഡ് ആയിരിക്കണം കേട്ടോ, നന്നായിട്ട് ചോപ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട് ആൻഡ് ദെൻ ഗാർലിക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഓൾസോ ഈ ടൈമിൽ നല്ല ബ്രൗൺ ആവരുത് ഗാർലിക്ക്. കുറച്ച് ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി ബട്ടർ പോരാ, ശരി കുറേ വേണം, പക്ഷെ നമ്മൾ കുറച്ച് അത്രയും ബട്ടറി ആക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അനിയൻ ഇട്ടു. ഇതൊന്നും നല്ല ബ്രൗണിഷ് ആയി പോകരുത്, കാരണം ആ ഗാർലിക്കിൻ്റെ ഒരു കരിഞ്ഞ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ റൈസിനെ മൊത്തം അത് എഫക്റ്റ് ചെയ്യും. ആക്ച്വലി ഈ ഹെർബ് റൈസ് ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ്. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടും. നമുക്കിത് വെറുതെ കഴിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് ഫീലിംഗ് ആയിട്ടുള്ളൊരു ഫുഡാണ് എനിക്ക് പേഴ്സണലി ഹെർബ് റൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ആ ഒരു പെപ്പർ, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ഓൾസോ കൊറിയാൻഡർ ലീവ്സ്, ഇതിൽ പഴ്സ്ലേ അതേപോലെ ബേസിൽ ലീവ്സ് ഒക്കെ കിട്ടാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാനത് ആഡ് ചെയ്യുന്നില്ല, നമുക്ക് കിട്ടില്ല, ഇവിടെ അങ്ങനെ ഒരു അവൈലബിലിറ്റി അതില്ലല്ലോ. പിന്നെ റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഹെർബ് റൈസ് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, സോ ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്യണം. ഹെർബ് റൈസിൻ്റെ കൂടെ എപ്പോഴും ഒരു ക്രീമി ചിക്കൻ അല്ലെങ്കിൽ ക്രീമി മഷ്റൂം, അതേപോലെ ക്രീമി ഗാർലിക് ചിക്കൻ, ഇതൊക്കെ ഭയങ്കര ഒരു കോംബോ ആണ്. സോ അതൊരു ഭയങ്കര കോമൺ കോംബോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ചിക്കൻ റോസ്റ്റ് ഞാൻ ഈ അടുത്ത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ട്രൈ ഔട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ റീസെൻ്റ്ലി ഞാൻ ട്രൈ ഔട്ട് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു ഹെർബ് റൈസിനൊപ്പം ഇത് ഭയങ്കര ഒരു കോംബോ ആയിട്ട് എനിക്ക് തോന്നി. നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒപ്പം നല്ല ടേസ്റ്റാണ്, പക്ഷേ ഈ ഒരു ഹെർബ് റൈസിൻ്റെ കൂടെ എന്തോ ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റ് തോന്നി. അപ്പം നമ്മൾ ഈ ചിക്കൻ റോസ്റ്റിന് ആകെ വേണ്ടത് ഈ ഒരു അനിയനാണ്, ലൈക്ക് വെജിറ്റബിൾസ് എന്ന രീതിയിൽ അനിയനാണ് നമുക്ക് വേണ്ടത്. അത് ഫ്രൈ ചെയ്യണം കേട്ടോ. ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് ഈ ചിക്കൻ റോസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഹൈദരാബാദി മസാലൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്, ലൈക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണീൻ്റെ ഒരു മസാലൻ്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് തോന്നും കേട്ടോ. പിന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഇത്രയും സ്പൈസസ്, കേർഡ്, ലെമൺ ജ്യൂസ്, ഇതൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തക്കാളി വേണ്ട, പച്ചമുളക് വേണ്ട, ഇതൊന്നും നമുക്ക് വേണ്ട. സോ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റാണ്. കുറച്ച് ഫ്രൈഡ് അനിയൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ്. പൊറോട്ട അതേപോലെ ചപ്പാത്തി ഒക്കത്തിനും കൂടെ എന്താ പറയുക കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. എന്തായാലും ഈ ഹെർബ് റൈസ് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം. സോ ഇതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം, മീൻസ് ഒരു മാരിനേറ്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ആ ഒരു ടൈം ഒരു 1 hour വെക്കാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. പിന്നെ നമ്മൾ നേരത്തെ ആ പൊരിച്ച് വെച്ച അനിയൻ്റെ കുറച്ച് ഓയിൽ ഇച്ചിരി മാത്രം എടുത്തിട്ട് ഭയങ്കര മിനിമം ഓയിൽ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്ത്, കാരണം നമ്മൾ ചിക്കനിൽ തന്നെ അത്യാവശ്യം നെയ്യ് ഇറങ്ങി വരും. അപ്പോൾ അതിങ്ങനെ സ്ലോ കുക്ക് ചെയ്തിട്ട് മൂടി വെച്ച്, വെള്ളം ഒന്നും ഒഴിക്കേണ്ട, സ്ലോ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, അതിൽ വെള്ളം വരുന്നു, നല്ല ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. ഭയങ്കര നല്ല കളറും ആയിരിക്കും കേട്ടോ. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സാധാ ചില്ലി പൗഡറാണ്, കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിന് നല്ലൊരു കളർ വരും. ആൻഡ് നൗ ഇറ്റ്സ് സെർവിങ് ടൈം. നമുക്കെല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ ഇറ്റ്സ് സെർവിങ് ടൈം, ദ ഹാപ്പിയസ്റ്റ് ടൈം ടു ബി ഓണസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്തിട്ട് കഴിക്കുകയാണ്. ഹെർബ് റൈസ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ഈ ഒരു ഹെർബ് റൈസ് തന്നെ ഞാനൊരു ഗാർലിക് ചിക്കൻ്റെ കൂടെയുള്ള റെസിപ്പി ഇൻഷാല്ലാ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷനും ഇറ്റ്സ് ടു ഗുഡ്. അതേപോലെ മഷ്റൂം, ക്രീമി മഷ്റൂം ഒക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സോ ഗുഡ്. കുറച്ച് കൊറിയാൻഡർ ലീവ്സ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ഭയങ്കര ചെറിയ വീഡിയോ
വീഡിയോ ആണ്, ഭയങ്കര അടിപൊളി റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഡു ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കിയിടത്തൊക്കെ എല്ലാവർക്കും ഈ റൈസിനോട് ഭയങ്കര ഒരു ഇഷ്ടം വന്നിട്ട് എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. I hope you like this video and will definitely try out this recipe. Let me know in the comments next in the video. Until then, bye.